ദിവസം എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്കിന്നേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചോറുണ്ടാക്കാം കേട്ടോ. അതായത് മഞ്ഞച്ചോറ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മഞ്ഞച്ചോറ് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടൊരു കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം മറ്റേ കൊല്ലമുളക് പൊടിച്ചതാണ് ഞാൻ ചേർത്തേക്കണേ. ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കണേ. അപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ അവർ കഴിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പം മഞ്ഞച്ചോറെന്നല്ലേ പറയണേ, അപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി ചേർക്കണമല്ലോ. അപ്പോൾ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് നേരത്തെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്വല്പം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണേ. അപ്പോൾ അത് ഒരു മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും പിന്നെ ഒരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിന് ശേഷം അരിഞ്ഞു വെച്ച പച്ചക്കറിയും കൂടിയും ചേർത്തിട്ട്, പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി, പിന്നെ ഒരു 2 ബീൻസ്, പിന്നെ ഒരു ക്യാരറ്റ്, ഇത്ര ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ അത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവണമല്ലോ. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് ശരിക്കും വേവണമല്ലോ. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചോറിട്ടിട്ട് നന്നായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മുട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷേ എൻ്റെ കുട്ടിക്കുറുമ്പിക്ക് മുട്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.